വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ ഇത് ഇച്ചിരി ഗ്രേവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും കാണുമല്ല. എന്നാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാവുന്നേ ഉള്ളൂ. ഇന്ന് ചെയ്യാൻ പോകുന്നത് കരാഹി ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചിക്കൻ സ്പെഷ്യലാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സ്പെഷ്യൽ. അത് ഈ പറഞ്ഞ പോലെ ഒത്തൻറ്റിക് വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എല്ലാ റെസിപ്പി ഇൻഗ്രീഡിയൻസും ഒന്നും കാണുകയില്ല എല്ലായിടത്തെയും ഒക്കെ അല്ലേ. ഇന്ന് നമ്മൾ ചിക്കൻ്റെ എന്താ പറയുക കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതിനകത്ത് ഇച്ചിരി തൊലിയുണ്ട്. ശരിക്കും ചിക്കൻ കറിയോ എന്നാ വെക്കുവാന്നേലും ഈ സ്കിന്നോടുകൂടി ചെയ്യുവാന്നേലും ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഫാറ്റും എല്ലാം കൂടുതൽ ആ സ്കിന്നേലാണ് ഉള്ളത്. അന്നേരം അത് ടേസ്റ്റ് കൂടുതലെന്ന് പറയും. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് വെച്ചാൽ ഈ തൊലിയോടുകൂടി കഴിക്കാനായിട്ട്. പക്ഷേ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല. കാര്യം എന്നാന്നോ, KFC പോലത്തെ അങ്ങനത്തെയൊക്കെ ചിക്കൻ കഴിക്കുവാന്നേല എല്ലാവരും സ്കിന്നോട് ചേർത്താണ് കഴിക്കുന്നത്. അപ്പം അതിനൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് കുറ്റമൊന്നും പറയാനൊക്കെയല്ല. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, വേണ്ടാത്തവർക്ക് സ്കിൻ എടുത്ത് കളയാം. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വറ്റൽമുളക് വേണേ, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ജീരകപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, സവാള നീളത്തിലരിഞ്ഞതാന്നേ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ടൊമാറ്റോ, ഇത് ടൊമാറ്റോ പ്യൂരിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില. ഇത് കോഴിയുടെ കാല് മാത്രം എടുത്തേക്കുന്നത്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, വറ്റൽമുളക്, കുരുമുളക്, മല്ലി, ജീരകം ഇത്രയും വറുത്ത് പൊടിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു പരിവം, അതായത് ഞാൻ എന്നാന്നോ പറയാൻ കാര്യം, ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് കാര്യം ചെയ്തായിരുന്നു. ഇങ്ങനെ മല്ലി എടുത്ത് മുളകെടുത്ത് അങ്ങനെ തനിയെ ചെയ്തായിരുന്നേ. പക്ഷേ എല്ലാവരും എന്നോട് ഇത് കണ്ടേച്ച് ചിലർ എന്നോട് പറഞ്ഞ അഭിപ്രായം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മൂപ്പുണ്ടല്ലോ, അതൊരു മൂത്ത് വരുന്ന ഒരു പരുവം തെറ്റിപ്പോവും ചേച്ചി, ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൂക്കുകയില്ല, രണ്ടും കെട്ട ആയിപ്പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്നാ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ പൊടി എടുത്തേക്കുന്നത്. പൊടി എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നാണെന്നറിയോ, കുറച്ചൊരു ലോ ഫ്ലെയിമേൽ ഇട്ടേച്ച് ഇതിന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേച്ചാൽ നല്ലതാണ്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ അരച്ചെടുക്കുമ്പോഴും ഇച്ചിരി കൊഴുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് പൊടി തന്നെയാണ്. ഏറ്റവും സ്വാദ് ഏതാന്ന് ചോദിച്ചാൽ അത് തനിയെ, അതായത് മല്ലി, കുരുമുളക്, വറ്റൽമുളക് അങ്ങനെ എടുക്കുന്ന ഏറ്റവും സ്വാദ്. പക്ഷേ നമുക്ക് ആ പരുവം തെറ്റിപ്പോകുന്നതുകൊണ്ട് എന്നാൽ കറി ഉണ്ടാക്കുകയും വേണം അല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് പറയുക. പിന്നെ ഇതിനകത്ത് എന്നാ വറ്റൽമുളക് വെച്ചതെന്ന് ചോദിച്ചാൽ ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ വറ്റൽമുളകിൻ്റെ തരിയില്ലേ, അതായത് ആ തൊലി മൊത്തം ഒന്നും അങ്ങ് പൊടിഞ്ഞ് അരയുകയില്ല. അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ആ ഒരു നമ്മുടെ ക്രഷ് ചില്ലി പോലെ ആയി കിട്ടും. അപ്പോൾ അത് കാണാൻ ഒരു ഇച്ചിരി നല്ലതാണ്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി വെച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാന് ചെറിയ ഫ്ലെയിമേലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഫസ്റ്റ് വറ്റൽമുളക് ഇടാം. എരിവിൻ്റെ കണക്കനുസരിച്ച് അത് ചേർത്തോണേ. പൊടിയൊന്നും മൂക്കാനായിട്ട് അധികം നേരം വേണ്ടി വരികയില്ല, ഒരു ഇച്ചിരി സമയം മതി. അപ്പം ആദ്യം എന്നാ ചെയ്യണമെന്നോ, ഈ വറ്റൽമുളകിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വറ്റൽമുളക് മൂക്കുന്നത് നമുക്ക് അറിയാൻ നോക്കൂ. എങ്ങനെയാണെന്നറിയാമോ, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ തൊലി മൊത്തം ഒന്ന് ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ ആയി തുടങ്ങും. ആ സമയം അതിൻ്റെ ആ ഒരു കണക്ക്. വറ്റൽമുളക് ഒരു ഇച്ചിരി മൂത്ത് തുടങ്ങി. ഇനിയാന്നു നമ്മൾ ബാക്കി പൊടിയൊക്കെ ചേർക്കാനുള്ള, ഇതെല്ലാം മൂക്കാനുള്ളതാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഈ പൊടി മൂക്കാനായിട്ട് അധികം നേരം വേണ്ട, ഒരു ഇച്ചിരി സമയം മതി. കാര്യം ആ പാനേ ചൂടായി കിടക്കുക, ആ പൊടിക്ക് എന്നോ നേരം വേണം അല്ലേ, ഇച്ചിരി നേരം മതി. അല്ല മല്ലി, മുളക്, കുരുമുളക് അങ്ങനെ ഇടുവാന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും അതൊന്ന് മൂത്ത് വരാൻ.
ഇനി ഇതിനകത്തോണ്ട് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. വറ്റൽമുളക് ഫസ്റ്റ് നമ്മൾ മൂപ്പിച്ചായിട്ടേക്കുന്നത്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തേച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് ഒത്തിരി അരയാനും മാത്രം ഒന്നുമില്ല. ഇനി എന്നാ ചെയ്യണമെന്നറിയോ, ഇനി ഹൈ ഫ്ലെയിമേ വെക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ നമുക്ക് വെളിച്ചെണ്ണ അത് വേണ്ട, സാധാ വെജിറ്റബിൾ ഓയിൽ മതിയേ. ഇല്ല, ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ജീരകപ്പൊടി അരച്ചായിരുന്നു. അതല്ല, ജീരകപ്പൊടി അരയ്ക്കണ്ടെന്നുണ്ട് എന്നാ ചെയ്യണം, ഈ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 ജീരകം ഇട്ട് കൊടുത്തേച്ചാലും മതി. ഇതിനകത്തോട്ട് ഉള്ളി, ഒരു ഇച്ചിരി ഈ പറഞ്ഞ പോലെ ഉപ്പിടുക. അതൊന്ന് വേഗം മൂത്ത് കിട്ടാനാണ്. ചെറുതായിട്ടൊന്ന് വാടുകയല്ല ചെയ്യേണ്ടത്, അത് നല്ലോണം ഒന്ന് മൂക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1.5 സ്പൂൺ ഇഞ്ചിയും 1.5 സ്പൂൺ വെളുത്തുള്ളി. വെളിയിൽ നിന്ന് മേടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണെന്നുവെങ്കിൽ അതെന്നാ ചെയ്യണം, നമുക്കൊരു ഓൾമോസ്റ്റ് 1.5 സ്പൂൺ ഇട്ടേച്ചാൽ മതി. കുറച്ച് ബ്രൗൺ ആയി വരുന്നുണ്ട്. നല്ലോണം ബ്രൗൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബിരിയാണിക്കൊക്കെ വറക്കുന്ന കൂട്ട് അങ്ങ് ബ്രൗൺ ആവണ്ട, ഒരു ഇച്ചിരി. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി ടൊമാറ്റോ ഇടുക. ഒരു ടൊമാറ്റോ. ആ ടൊമാറ്റോ നല്ലോണം ഒന്ന് വാടണം. അതായത് ആ ഒരു ഫ്ലഷിൽ നിന്ന് ആ തൊലിയും ഫ്ലഷും എല്ലാമായിട്ടൊന്ന് നല്ലോണം ഒന്ന് വിട്ട് ഒരു കുഴഞ്ഞ പരുവാവുകയല്ലേ. ഈ തൊലി എന്നാന്ന് വെച്ചാൽ ടൊമാറ്റോയിൽ നിന്ന് ഇച്ചിരി വിട്ടു പോരാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തടത്തോളം കാലം ഒരു ഇച്ചിരി സമയം വേണം. നമ്മൾ എന്നാ ചെയ്തെന്നറിയാം, ഉള്ള നേരം പറയാമല്ലോ, അധികം നേരമൊന്നും നമ്മൾ എടുത്തില്ല. ഈ തക്കാളിയൊക്കെ ഒന്ന് എന്താ പറയുക ഉടഞ്ഞു കിട്ടാൻ എന്നാ ചെയ്തെന്നറിയോ, ആ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഉടച്ചെടുത്തു കേട്ടോ. അതേ നടക്കത്തുള്ളൂ. നമുക്കൊക്കെ ക്ഷമയില്ലെങ്കിൽ എന്നാ ചെയ്യാൻ നോക്കും അല്ലേ. അങ്ങ് നേരവും ഇല്ല, എല്ലാ കറിയും ഉണ്ടാക്കുകയും വേണം, പക്ഷേ എല്ലാം നല്ലതായിരിക്കുകയും വേണം. എന്നാ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പം കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പം ഇതിനകത്തോട്ട് ഇച്ചിരി ടൊമാറ്റോ പ്യൂരേ ചേർക്കണം. ഈ ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരേ എന്ന് പറയുന്നത് വാങ്ങാൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ അരച്ചെടുത്തേച്ചാൽ മതി. ഇനി ടൊമാറ്റോ പേസ്റ്റ് അങ്ങനെയല്ല, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടൊമാറ്റോ ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂരേ ആണ്. ടൊമാറ്റോ പേസ്റ്റ് പ്യൂരേ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അരച്ചെടുത്തേച്ചാൽ മതി. മേടിക്കുവാന്നേൽ അങ്ങനെ. ഇനി എന്നാ ചെയ്യണ്ടേ, ഇതിനകത്ത് വെള്ളമുണ്ടല്ലോ, അതായത് നമ്മളിപ്പം ടൊമാറ്റോ പ്യൂരേ ചേർത്തതിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം അവിടെ നിന്നോട്ടെ. അതിനകത്തോട്ട് ഇച്ചിരി പൊടി ചേർക്കാനുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മുടെ കറാഹി മസാല ഉണ്ടാക്കിയതിനകത്ത് ഇച്ചിരി വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അന്നേരം നോക്കിയേച്ച് നമുക്ക് ചേർത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ ഒരു പകുതി പിന്നെ ഇട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞുതരാം. എന്നാന്നോ, ഇപ്പം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മസാല ഇതിനകത്തോട്ട് ഫുൾ അങ്ങ് ചേർത്തു. അപ്പോൾ ഇനിയിപ്പോൾ മസാല ഒന്നും മൂത്തില്ല എന്ന് തോന്നുവാന്നേൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് മസാലയും മൂത്തോളും, അറ്റ് ദ സെയിം ടൈം ആ എണ്ണ തെളിഞ്ഞും വന്നോളും. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന ആ മൂപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് തെറ്റുപറ്റുകളൊക്കെ പറ്റുവാന്നേൽ ഇവിടെ ഈ സമയത്ത് നമ്മൾ അതിന് ഒരു കോംപ്രമൈസും ചെയ്യാനൊക്കുകയില്ല. ഈ സമയത്ത് നമുക്ക് എണ്ണ തെളിയിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അപ്പം മറ്റേ പാളിച്ചകൾ എന്നേലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ അങ്ങ് ബാലൻസ് ആയി പോകും.
എണ്ണയൊക്കെ ഇച്ചിരി തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ മൂപ്പ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ എണ്ണ തെളിയും ഫസ്റ്റ്. സെക്കൻഡ് ആ മല്ലി, മുളക്, ജീരകത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു മണം നല്ലോണം വരും. ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി, മുളക് പൊടി ഒരു ഇച്ചിരി, അങ്ങനെ പറയുന്നത് എന്നാന്ന് പറയും. സ്പൂൺ കണക്ക് പറയത്തല്ലാത്ത വെച്ചാൽ കുറേ പേര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചേച്ചി പറയുന്ന സ്പൂണിൻ്റെ കണക്കല്ല ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് ചേച്ചി കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറയും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ സ്പൂണിൻ്റെ ഇത്ര അളവെന്നേ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പൂണിൻ്റെ അളവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാര്യം കുഞ്ഞു സ്പൂണിനാന്നു ഞാൻ എപ്പോഴും അളവ് പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക ടീസ്പൂണിനാണ് ഞാൻ അളവ് പറയുന്നത്. അതനുസരിച്ച് വേണം എടുക്കാൻ. എല്ലാവർക്കും അറിയാം ടീസ്പൂണിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് അറിയാം. ഇതെല്ലാം പോയിട്ട് കൈവാക്കുള്ള അമ്മമാരാന്നേൽ ഒരു ഇച്ചിരി ഒന്ന് ഇട്ടേച്ചാൽ മതിയേ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോയുടെ കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് മാറ്റിക്കോണം. അരപ്പൊക്കെ ഇച്ചിരി നല്ലതായിട്ട് മൂത്തു കണ്ടോ, അടിഭാഗമൊക്കെ നല്ല അസലായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. ഇനി ഈ കോഴി അങ്ങ് ചേർക്കുക. ആ മസാല കംപ്ലീറ്റ് നമ്മുടെ കോഴിക്കകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടോണം. കാര്യം ആ മല്ലിയിലയുടെ രുചിയൊക്കെ ആ കറിയിലോട്ട് ഇറങ്ങാനാണ്. ഇതിനകത്തോട്ട് ഈ കോഴി വേവാനായിട്ടുള്ള വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇച്ചിരി വെള്ളം ഊറും. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. അതല്ല പെരണ്ട് വരാനാണെങ്കിൽ അങ്ങനെ. ഇതൊക്കെ എന്തായാലും എല്ലാ അമ്മമാരും ഒരു ഇച്ചിരിയൊക്കെ അടുക്കളയിൽ കയറുന്ന കൂട്ടത്തിലാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർക്ക് ആ എത്ര വെള്ളം വേണം എത്ര വേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ എന്നാ ചെയ്യണ്ടേ, അവരവരുടെ പാകത്തിന്. ഗ്രേവി ആണെങ്കിൽ അങ്ങനെ, അതല്ല പെരട്ടിയെടുക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല ഡ്രൈ ആക്കാനാണെങ്കിൽ അങ്ങനെ. ഇപ്പം എന്നാ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ചിക്കൻ വേവണം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ കറാഹി ചിക്കൻ റെഡിയാണ്. ഈ കറാഹി ചിക്കൻ ഞാൻ പറഞ്ഞു തന്നു, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് അതിനേക്കാട്ടിലും സ്പെഷ്യലായിട്ട് പറയാനുള്ളത് എന്നാണെന്നറിയോ, ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്കെല്ലാം ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പക്ഷേ നിങ്ങളെക്കാട്ടിലുമൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാര്യം എനിക്ക് എന്നാ പറയുക, ആ ഗസ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിലേക്ക് അവൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നിരഞ്ജന അനൂപാണ്. നിരഞ്ജനെ ആദ്യം ഞാൻ എൻ്റെ ഫ്ലോറിലേക്ക് ഒന്ന് ക്ഷണിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിരഞ്ജന, ഇവിടെ നമുക്ക് വർത്താനം പറയണ്ട, അവിടെ ഇരുന്ന് വർത്താനം പറയാം. അതാണ് എനിക്കിഷ്ടം. ഇത് തരാൻ വേണ്ടിയിട്ടല്ല, പിന്നെ വർത്താനം പറയാൻ. നിരഞ്ജന അനൂപിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവളെ എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ, ഈ പറഞ്ഞ പോലെ കുഞ്ഞ് ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയ ഒരു കുഞ്ഞിനെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ കുട്ടി ഇത്രയും വലിയൊരു എന്താ പറയുക ഹീറോയിനൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഒരു തിരക്കുണ്ട്, ചിത്രാന്റി എന്നെ ഹീറോ എന്നൊക്കെ വിളിക്കില്ലേ? അവൾക്ക് നാണം വരുന്നത് എന്താ നോക്കൂ. ഞാൻ നിങ്ങളെയൊക്കെ നോക്കി കണ്ട് വളർന്നതാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വായന അങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര സ്പെഷ്യലാണ്. സത്യം. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അവളുടെ അമ്മ നാരായണിയാണ്. ശരിക്കും അവളുടെ അപ്പൂപ്പൻ്റെ കഥയൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയോ എന്നറിയില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ പറയണ്ടേ, ശരിക്കും നിരഞ്ജനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു മലയാള സിനിമയാണ് ഐ.വി. ശശി സാറിൻ്റെ ദേവാസുരം, റൈറ്റ്? അതിനകത്ത് ലാൽ സാർ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒറിജിനൽ മനുഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും നിരഞ്ജനയുടെ അപ്പൂപ്പനാണ്. അതായത് നമ്മുടെ നിരഞ്ജനയുടെ അമ്മയുടെ അച്ഛൻ.
രേവതി ചേച്ചി ചെയ്ത ക്യാരക്ടറാണ് നിരഞ്ജനയുടെ അമ്മ. മുല്ലശ്ശേരിയിൽ രാജഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് നമ്മൾ എല്ലാവരും ദേവാസുരത്തിൽ ലാൽ സർ ചെയ്ത, അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അദ്ദേഹം. അത് ഒറിജിനൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞാൻ അച്ഛനോട് സംസാരിക്കുന്ന സമയത്തും അച്ഛൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയായ സമയത്തും അച്ഛൻ ശരിക്കും എന്താ പറയാ അറിയോ, അറിയില്ല, ഇങ്ങനെ ഞാൻ എന്നേലും പറഞ്ഞ അച്ഛൻ അതിൻ്റെ ഉള്ള കൗണ്ടർ തരിക, അങ്ങനെ ഭയങ്കര കമ്പനിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രഞ്ജിയേട്ടൻ നമ്മുടെ ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ് രഞ്ജിത്തേട്ടൻ, കാലിക്കറ്റിലുള്ള രഞ്ജിത്തേട്ടൻ വഴിയാണ് ശരിക്കും ഞാൻ അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ പരിചയപ്പെടുന്നത്. ഏട്ടന് കുറച്ച് നാൾ മുന്നേ ഇവരെ അറിയാം, ഒരുപാട് നാൾ മുന്നേ. അപ്പൊ അങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ഒരാളുണ്ട് കാണാൻ പോകണം. പക്ഷെ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ദേവാസുരത്തിൽ നമ്മൾ ലാൽ സാറിനെ കണ്ട പോലെ തന്നെ ആ വെട്ടൊക്കെ ഏറ്റിട്ട് കാലൊക്കെ മേലാതെ കിടന്നില്ലേ, ആ സമയം പോലെ. പിന്നെ അച്ഛൻ അങ്ങനെ അങ്ങ് ആയി കിടന്നു ബെഡ്. അച്ഛൻ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിരുന്നു. അമ്മയാണ് അച്ഛൻ്റെ സകല കാര്യങ്ങളും നോക്കിയത്. പിന്നെ നാരായണീനെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടു. പിന്നെ നാരായണിയെ കല്യാണം കഴിച്ച് എറണാകുളത്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിനെ ഞാൻ കാണുന്നതും അവളെ ജനിച്ചപ്പോൾ കാണാൻ പോയതും ഒക്കെ. എനിക്ക് പക്ഷെ അവൾ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രായം ഒരുപാട് പോയി എന്ന് വിചാരിക്കരുത്, ഞാൻ ഇച്ചിരിയൊക്കെ മൂത്തതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഡാൻസറാണ്. എനിക്ക് തോന്നുന്നു നാരായണി നല്ലതായിട്ട് ഡാൻസ് ചെയ്യും. അമ്മ ഡാൻസറാണ്, ഞാനും ഡാൻസറാണ്. പക്ഷെ ഭയങ്കര എന്നൊന്നും പറയരുത്, നല്ല ഡാൻസറാണ്. ഞാൻ തന്നെ അവളെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന അവളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കണ്ടേ അല്ലേ? പറയൂ മക്കളെ, വിശേഷം ഇപ്പോഴത്തെ പ്രസന്റ് അല്ല, വിശേഷം പറയൂ. പ്രസന്റ് വിശേഷം ഇപ്പം കിങ് ഫിഷ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനൂപ് മേനനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ രഞ്ജിമാമയും ഞാനും ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട്. രഞ്ജിയേട്ടൻ ഇപ്പൊ അഭിനയിക്കാൻ തുടങ്ങി, ഒത്തിരി പടമായില്ലേ രഞ്ജിയേട്ടൻ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഓക്വേർഡായിരുന്നു. ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പൊസിഷനിലിരിക്കും. അതിരിക്കട്ടെ, എനിക്ക് എപ്പോഴും ചിത്രനോട് ചോദിക്കണം എന്ന് തോന്നിയൊരു കാര്യമുണ്ട്. പറയൂ. അല്ല, രഞ്ജുമാമയുടെ സെറ്റിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ഇപ്പോഴും വയറ്റിന്ന് ഉരുണ്ടേറും അവിടെ നിൽക്കുന്നതും പേടിച്ചിട്ട്. അപ്പം ഷാജിയങ്കളും രഞ്ജുമാമയും ഒക്കെ ഉള്ള ഒരു സെറ്റിൽ വർക്ക് ചെയ്യണ സമയത്ത് ചിത്രാന്റി അഭിനയിക്കുകയും ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു പ്രണയം ഒപ്പിച്ചു. അയ്യോ, പ്രണയം അപ്പോഴൊന്നും ഇല്ലായിരുന്നു. അഭിനയിക്കാൻ പറഞ്ഞ ഷാജി കൈലാസിനെ കണ്ടാൽ പേടിക്കാത്ത ഒരു വ്യക്തികളും ലോകത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. കാര്യം പുള്ളി ജോലി കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഉഴപ്പി കളിക്കുന്നൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, അത് ഓൺ ടൈം നടന്നിരിക്കണം. അല്ലാതെ നമ്മൾ ജോലി സമയത്ത് ഇങ്ങനെ കളി ചിരി തമാശ ഇഷ്ടമല്ല, ടു ബി ഫ്രാങ്ക്. അപ്പൊ ആ ഒരു സെറ്റില് ഞങ്ങൾക്ക് പ്രേമം എന്നുള്ളത് തമ്മിൽ ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ, ഇത് ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ച് കാര്യം പറയാണ്, ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഇല്ല. സത്യം ഉള്ള നേരാ പറയുന്നേ. അപ്പൊ അന്നൊരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ബന്ധം തീർന്നു, അവിടെ ഫിനിഷ്. ഞാൻ എന്റെ ഷൂട്ട് കഴിഞ്ഞു, പോയി, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് അമ്മയുടെ ഒരു വലിയ ഫംഗ്ഷൻ വന്നു. ആ സമയത്ത് ഫസ്റ്റ് ടൈം അമ്മ എന്ന് പറയുന്ന നമ്മുടെ അസോസിയേഷൻ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ നടത്തി. ആ ഫംഗ്ഷൻ നടത്തി അന്ന് ഒരു എന്താ പറയാ, എന്നെ ഒരു ടു മച്ച് കെയറിങ് ഉണ്ടായിരുന്നു അദ്ദേഹം, അത്രേ ഉള്ളൂ. അതും അത് കഴിഞ്ഞു പോയിട്ട് രഞ്ജിയേട്ടൻ, നോട്ട് കാലിക്കറ്റിലെ രഞ്ജിയേട്ടനല്ല, രഞ്ജി പണിക്കർ. രഞ്ജിയേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക ചെയ്ത, ഇങ്ങനെ ഒരാൾക്ക് ഇഷ്ടമാണത്, തമാശയല്ല, കളിയല്ല, എന്തോ ദൈവാനുഗ്രഹിച്ച്, ഇത് ഞാൻ തുറന്നു പറയാം, ഞാൻ നോ പറഞ്ഞില്ല. ദൈവം കൂട്ടി വിട്ടതായിരിക്കാം. അന്ന് ഞാൻ നോ പറഞ്ഞില്ല. രഞ്ജിയേട്ടൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഏട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മൊബൈലോ അങ്ങനെ ഒന്നുമില്ല, പേജർ ഇൻട്രൊഡ്യൂസിങ് ആയിട്ടേ ഉള്ളൂ. ഏട്ടൻ എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞ ഏട്ടൻ പറയും ഞാനങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് പറയും. പക്ഷെ എന്തായാലും ഞാൻ പറയാം, ഏട്ടൻ ഇങ്ങനെ വലിയ കഥയൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ്, അതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അതാന്നൊക്കെ പറഞ്ഞു ഭയങ്കര വലിയ കഥ. ലാസ്റ്റ് ക്ലൈമാക്സ് എന്നോട് പറഞ്ഞു, അത് താനാണെങ്കിൽ താൻ എന്നാ ഉത്തരം പറയും? ഞാൻ പറയാം എന്നാ ഉത്തരം പറയാനാ, യെസ് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. അവിടെ ഫിക്സ്ഡ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ പേജർ കളിയോ അങ്ങനത്തെ മെസ്സേജോ ഫോൺ ചെയ്യലോ ഒന്നുമില്ല. ദെൻ ഇറ്റ് ബിക്കെയിം സീരിയസ്. അപ്പോഴാണ് രഞ്ജിയേട്ടൻ എന്നെ വിളിക്കുന്നത്, രഞ്ജി പണിക്കർ വിളിക്കുന്നത്. രഞ്ജിയേട്ടനാണ് ഞങ്ങളുടെ ലൈഫിൽ ശരിക്കും മേജർ റോൾ കളിച്ചത്. രഞ്ജിയേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് തമാശ കളിയല്ല, സീരിയസ് ആണ് ദിസ് ലൈഫ്. ഞാനും പറഞ്ഞു, രഞ്ജിയേട്ടൻ അത് അത്രേ ഉള്ളൂ, എനിക്ക് അതിൽ കൂടുതലൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഫിക്സ് ചെയ്തു. പിന്നെ വിളി പറയലൊന്നും വേണ്ട, കഫേ കാണുക, അതങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ സ്ട്രേറ്റ് കല്യാണം. ആഫ്റ്റർ 1 year ഏട്ടൻ പറയും തമ്മിൽ മനസ്സിലാക്കാൻ 1 വർഷം വേണം, ടേക്ക് യുവർ ഓൺ ടൈം. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ എന്തായാലും അപ്പനും അമ്മയെ സമ്മതിക്കുകയില്ല, എന്നാൽ പിന്നെ ഇതേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു, അങ്ങ് ഇറങ്ങിച്ചെന്നു.
ദൈവം അനുഗ്രഹിച്ച് സ്റ്റിൽ ഐ എം ഹാപ്പി വിത്ത് ടച്ച് അതാ എന്നാന്ന് വെച്ചാൽ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഉള്ളും എന്നെ അഭിനയിക്കാൻ വിടരുത്. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എനിക്ക് മിസ്സസ് ഷാജി കൈലാസായിട്ട് നിന്നാൽ മതി ജീവിതകാലം മുഴുവൻ. ആ ഒരു പേര് മതി, അല്ലാതെ ആനി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആനിയുടെ ഹസ്ബൻഡാണോ എന്ന് കേൾക്കണ്ട. എനിക്ക് ഷാജി കൈലാസിൻ്റെ ഭാര്യയായിട്ട് അറിയാനാണ് ഇഷ്ടം. അതുകൊണ്ട് എന്നെ കമ്പൽ ചെയ്യൽ, എനിക്കൊരു ഫാമിലിയാണ് ഇഷ്ടം. എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പോലെ മക്കള്, വീട്, ഭർത്താവ്, കുടുംബം. എനിക്ക് ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ഇന്നും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇപ്പൊ ആക്ച്വലി എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ചോദിച്ചാണ് ഞാൻ നിന്നെ ഇന്റർവ്യൂ എനിക്ക് കുറെ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കാം, അങ്ങനെ ഒരു സെറ്റില് ഒരു പ്രേമമൊക്കെ നടത്തണമെങ്കിൽ നല്ല ഷാജി കൈലാസ് ഇങ്ങനെ സെറ്റിലൊക്കെ ഇങ്ങനെ തെറിച്ചാ നിൽക്കുന്നത്. ആ ആളുടെ രഞ്ജുമാമ ഷാജിയങ്ങളൊക്കെ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ പ്രേമം സ്പാർക്ക് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. രഞ്ജിയേട്ടൻ പക്ഷെ അന്നും ഇന്നും ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഒരു സോഫ്റ്റ് സ്പോക്കൺ ആണ്. എനിക്ക് രഞ്ജിയേട്ടനെ പേടിയില്ലായിരുന്നു. ഏട്ടൻ പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നമ്മൾ രഞ്ജുമാമ നല്ലോണം മാറിയിട്ടുണ്ട്. എനിക്കൊക്കെ നല്ല ചീത്തവിളിയായിരുന്നു. ഇപ്പോ പഴയ ഷാജിയങ്കളുടെ കുറച്ച് എന്തൊക്കെയോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണോ എന്ന് എനിക്കറിയില്ല. നല്ല ചീത്തയായിട്ടുണ്ട്. എനിക്ക് ലോഹം വർക്ക് ചെയ്തപ്പോഴും പുത്തമ്പണം വർക്ക് ചെയ്തപ്പോഴും എന്താ പറഞ്ഞ രഞ്ജിയേട്ടൻ എങ്ങനെ പറയുന്നത്? ഇഡിയറ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇഡിയറ്റ്, സ്റ്റുപ്പിഡ് ഫൂൾ, കഴുത. വേറെ ഒരു പണിയില്ലെന്ന് എനിക്കൊന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ മൈക്കിൽ കൂടെ വിളിച്ചു പറയുമ്പോണ്ടല്ലോ നമ്മള് നാണം കേട്ടിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോവും. അപ്പൊ കരച്ചിൽ വന്നില്ല? കരച്ചിൽ വന്നു. കരച്ചിൽ കരയാതെ പിടിച്ചു നിൽക്കാൻ എങ്ങനെങ്കിലും ശ്രമിച്ചപ്പോ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടുകൂടാൻ നിറഞ്ഞു നിൽക്കാണ്. അപ്പം വല്ലാതെ ചീത്ത വിളിച്ചു ഒരു പ്രാവശ്യം. അമ്മ അച്ഛനും സ്കൂട്ടായി അപ്പഴ വഴിയെ പോയി കേൾക്കണമെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ നിൽക്കാം. അപ്പൊ പതുക്കെ രഞ്ജോമ വന്നിട്ട് മുടി അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര വിഷമായി. തൊട്ടൂറുന്നോണ്ട് ഞാൻ നടന്നുപോയി. അമ്മരി ചീത്തോളി നടന്നുണ്ട്. മൂപ്പര് വീട്ടിലുള്ള പോലെ അല്ല എന്തായാലും സെറ്റില്. നാരായണിയുടെ കഥയും ഇതേപോലെ തന്നെ ഒരു നല്ലൊരു ലവ് മാരേജ് ആണ്. നിനക്കും ലവ് മാരേജ് ആയിരിക്കൂടി? അല്ല, അതിന്റെയൊക്കെ അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ലവ് മാരേജ് വേണോ അറേഞ്ച്ഡ് വേണോ? രണ്ടായാലും കുഴപ്പമില്ല, നല്ലതിനായാ മതി. അത്രേ ഉള്ളൂ. നല്ലൊരു കുടുംബം, നല്ലൊരു ഭാര്യ, അല്ലേ? അങ്ങനത്തെ ഒരു നല്ലൊരു ജീവിതം എത്രയായാലും മോക്കുണ്ടാവട്ടെ എന്നുള്ളത് ഞാൻ ബാക്കി ആരാഗ്രഹിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ ആഗ്രഹിക്കും. പിന്നെ ഈ ഫിലിം ഫീൽഡിലേക്ക് ഫസ്റ്റ് വരുന്നത് എങ്ങനെ രഞ്ജിയേട്ടൻ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം മൂപ്പര് എല്ലാ അവാർഡ്സിന് പോകുമ്പോഴാണെങ്കിലും ഡബിങ്ങിനാണെങ്കിലും ലൊക്കേഷനിൽ എപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് വരും എന്ന് രഞ്ജുമാമ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അമ്മ അച്ഛനാണെങ്കിൽ ശരി വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഒരു 8th 9th ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാം എന്നായി. പക്ഷെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് അവാർഡ്സ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ രഞ്ജുമാമയോട് പറഞ്ഞു എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവരൊന്നും പറഞ്ഞില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ഒന്നും പറഞ്ഞില്ല. എന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ഒന്നും മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ സീരിയസ് ആണ് എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലങ്ങനെ ആർക്കും വലിയ ഇഷ്ടമുണ്ടായില്ല. ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും രഞ്ജുമാമയ്ക്കാണെങ്കിലും ഇഷ്ടമില്ല. എങ്ങനെങ്കിലും അഭിനയിച്ചാൽ മതി എന്നുള്ളത് വെച്ചിട്ട് ഞാൻ രഞ്ജുമാമയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം സഹി കേട്ടിട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ലോഹം ഓൺ ചെയ്തത്. പക്ഷെ എൻ്റെ വിചാരം അന്ന് മനസ്സിൽ ഒന്നല്ലേ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അപ്പൊ ഈ പടം മൊത്തം ഞാനായിരിക്കും വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഓഫ് കോഴ്സ് അങ്ങനെ തരണ്ടേ. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും ഫുൾ പടം ഞാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പം അതിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ലാലങ്കിളുണ്ട്, സിദ്ധുമാമയുണ്ട്, വലിയൊരു കാസ്റ്റ് തന്നെ ഉണ്ട്. ലളിതമ്മയുണ്ട്, ഒരു വലിയ ആൻഡ്രിയ ഉണ്ട്, വലിയൊരു കാസ്റ്റ് ഉണ്ട്. ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും കൂടെ ഞാൻ വിചാരിച്ചു, എൻ്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പടത്തിൽ. അന്ന് സീൻ ജഡ്ജ് ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് എത്രത്തോളം ഉണ്ടാവും എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം ഫസ്റ്റ് ഡേ ഷൂട്ടിന് മുമ്പേ എന്നെ തലേ ദിവസം വിളിപ്പിച്ചു. അപ്പം ആദ്യമായിട്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് രഞ്ജു അവിടെ സെറ്റിൽ തലേ ദിവസം വിളിച്ചു. മൂപ്പര് സ്ക്രിപ്റ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എല്ലാവർക്കും ഒരു അതിശയം, മൂപ്പർക്ക് എന്താ ഇത്ര ടെൻഷൻ. അപ്പം അങ്ങനെ എനിക്ക് സീനൊക്കെ പറഞ്ഞു തന്നു, അടുത്ത ദിവസം ചെയ്യാനുള്ള ഡയലോഗ്സ് ഒക്കെ തന്നു. പക്ഷേ പടം വന്നു കഴിഞ്ഞപ്പം ഞാനൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടത്, പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടത് ആൾക്കാരെന്നെ റെക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം, എൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോസ് എടുക്കണം, ഇതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. ഓട്ടോഗ്രാഫ് ചോദിക്കണം, ഇത്രയൊക്കെ. ഓട്ടോഗ്രാഫ് ഇല്ലെങ്കിൽ ഫോട്ടോ മതി. ഫാന്റസി വേൾഡ്. അപ്പം ഈ ഒരു ചെറിയ ഇതുകൊണ്ട് എന്ത് കിട്ടുമെന്നൊന്നും എനിക്ക് അന്ന് ആലോചിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ
പടം ഇറങ്ങിക്കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അഭിനയിച്ചു ഏത് പടത്തില് ലോഹം ഞങ്ങൾ ലോകത്തിൽ ആരായിരുന്നു തകർന്നു ഞാൻ. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ആ ഡാൻസ് കളിച്ച് ഡോർ തുറന്നു വരുന്ന കുട്ടി. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ് എനിക്കാണെങ്കിൽ പോന്നോടം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണമായി, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് 2-3 പടങ്ങൾ വെച്ചാൽ അപ്പത്തെ പ്രായം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് പ്രശ്നം വെച്ചാൽ എൻ്റെ വഴിമുടക്കികളാണ് രഞ്ജുമാമ, അമ്മ, അച്ഛൻ. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു ഓഫർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പടിയാ, നിങ്ങൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ശ്രമിക്കില്ല, ഫുൾ അടിപിടി ലഹള. പക്ഷെ എൻ്റെ ഇമ്മച്യോറിറ്റിയാണ്, എനിക്കന്ന് അത്രയും ചിന്തിച്ചില്ല. പിന്നെ ഇതുപോലെ തന്നെ വന്നതാണ് സേറാബാനു അടുത്ത പടം. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എനിക്ക് പരിചയത്തിന്റെ പുറത്ത് വരുന്നതാണോന്ന് ഭയങ്കര പ്രോബ്ലം. പുറത്തുനിന്ന് ആരും എന്നെ പടത്തുനിന്ന് വിളിക്കുന്നില്ലല്ലോ. ഈ പരിചയമുള്ളവരുടെ അടുത്തും കൂടെ എത്ര നാള് ചെയ്യും. സേറാബാനു കഴിഞ്ഞ് പുത്തമ്പടം പിന്നെ രഞ്ജുമാമയുടെ സെറ്റ്. അങ്ങനെ എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റ്. ഞാൻ വിചാരിച്ചു ഈ പരിചയമുള്ളവരുടെ അല്ലാതെ ഞാൻ ആരുടെയും വേറെ പുറത്തുനിന്നൊന്നും ചെയ്യില്ല, എനിക്ക് വലിയ ഭാവി ഇല്ല എന്നൊക്കെ വിചാരിച്ച് സ്വയം തീരുമാനിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷു സമയത്ത് ഒരു കോള് വന്നു. മോളെ മനോജ് കാരന്തൂരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ഞാൻ ചേട്ടാ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇങ്ങനെ ഒരു പടമുണ്ട്, തോമസ് സെബാസ്റ്റ്യനാണ് ഡയറക്ടർ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ശ്രീനാഥ് ഭാസി, ഹരീഷ് കണാറിന്റെ കൂടെയുള്ള പടമാണ്. ധ്യാന്റെ പേരായിട്ടാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ എപ്പോഴാ വരണ്ടേ, ഈ ഒരു ഗ്രൂപ്പ് ഭയങ്കര ഫണ്ണായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. ഷടേന്ന് അങ്ങ് പോയി, വേറെ ഒന്നും നോക്കിയില്ല. അവരുടെ കൂടെ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫണ്ണായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ഷൂട്ടിംഗ് ടൈം ആയിരുന്നു. അതും ഏറ്റവും കൂടുതൽ ആ പടം കൊണ്ട് എനിക്ക് ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയി. എനിക്ക് I made very good friends with all of them. അപ്പൊ ഇത്രയും സുന്ദരിയായ മോക്ക് തമിഴിൽ നിന്നും ഒക്കെ ഓഫർ വന്നില്ലേ? 2-3 വന്നു. അത് എപ്പോഴും വഴിമുടക്കികൾ വന്നോ? ഇല്ല, ഇപ്പൊ വഴിമുടക്കലില്ല. ഗൂഢാലോചന കഴിഞ്ഞ പിന്നെ ഇര ബിടെക് ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം ഇപ്പൊ വഴിമുടക്കികള് ഓക്കെയാണ്. അമ്മ ഇപ്പൊ കൂടെ വരും, അച്ഛനൊക്കെ മാറി സപ്പോർട്ടീവ് ആണ്. രഞ്ജുമാമൻ എന്ത് പറയുന്നു? നല്ല അഡ്വൈസസ് വല്ലതും തന്നോ? രഞ്ജുമാമ വഴിമുടക്കിയിട്ട് നിന്ന് കുറച്ചധികം നാളെ, അമ്മയും അപ്പനെയും കാട്ടിലും. പിന്നെ കാരണം ഇപ്പൊ സേറാബാനു വന്ന സമയത്ത് RJ ഷാൻ അതിന്റെ റൈറ്റർ, മൂപ്പരുടെ ഭാര്യയും നമ്മളും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പം പാർച്ചേച്ചി ഇങ്ങനെ ചോദിച്ചു ഒരു ഉമ്മ കൊടുക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു റെഡിയാണ്, എനിക്ക് എന്താ കുഴപ്പം, ഞാൻ കൊടുത്തോളാം, പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്കിനി അടുത്ത് വന്നൊരു ഓഫറാണ്, എന്തിനി ഉമ്മ കൊടുക്കാത്തതിന്റെ പേരിൽ പോകണേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മയോട് ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടാ പറഞ്ഞേ, അല്ലെങ്കിൽ അലച്ചേനെ. പിന്നെ അപ്പം ഈ ഭാഗം ഞാനിങ്ങനെ മറച്ചു വെച്ചാ പറഞ്ഞത്. അങ്ങനെ രഞ്ജുമാമ ഇങ്ങനെ വിളിച്ചപ്പോ ചോദിച്ചു കഥ കേട്ടോ, പ്ലോട്ടൊക്കെ കേട്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കേട്ടു. അപ്പൊ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ. ഒരു ചുംബന സമരമുണ്ട്. അപ്പം ചുംബന സമരം. അപ്പൊ ആരും ഉമ്മ വയ്ക്കും? ഞാനും ഉമ്മ വയ്ക്കും. നീ എവിടെ ഉമ്മ വയ്ക്കും? ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഉമ്മ വെക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇനി ഉമ്മയെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ പഴം വഴിമുടക്കി പിന്നെയും വന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ അവരോടൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ ഷാൻചേട്ടനോട് ചോദിച്ചു, ഷാൻചേട്ടൻ ഇങ്ങനെ ചുംബന സമരമാണ്, അപ്പൊ ഡയറക്റ്റ് അങ്ങനെ ഒരു ഉമ്മ കൊടുക്കുക, പിന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞു ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ കവിളിലേക്കാക്കി. എനിക്കാണെങ്കിൽ ഉമ്മ കൊടുത്ത എക്സ്പീരിയൻസ് ഇല്ല. ആ ഷോട്ട് 12 ടേക്ക് പോയി. ആദ്യം ലാൻഡ് ചെയ്തത് ചെവിയില്ല, പിന്നെ ഒരു 12 പ്രാവശ്യം വഴിയൊക്കെ തെറ്റി അവസാനം ഒരു ഷോട്ടാണ് ശരിയായത്. അപ്പൊ കൊറേ പാട് പെട്ടു. ഒരു ഉമ്മ കൊടുക്കാൻ കുറച്ച് പാടാന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അത് നല്ലൊരു ഈ പറഞ്ഞ പോലെ രഞ്ജിയുടെ ആ ഫിലിം കണ്ടു. പിന്നെ കണ്ടുവെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ വിളിച്ചോണ്ടിരുന്നത് മൊത്തം ഷൂട്ടിന്റെ സമയത്ത്. ചുംബന സമരം കഴിഞ്ഞോ, എന്തായി, ഇതൊക്കെ ചോദിച്ചോണ്ടാ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂപ്പർക്ക് മനസ്സിലായി, എന്റെ ഈ ഉമ്മയുടെ അവസ്ഥയെ കണ്ടപ്പോ മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വഴിമുടക്കികൾ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അച്ഛൻ, അമ്മ, രഞ്ജിമാമ വഴിമുടക്കാൻ. പക്ഷെ ഇവര് എല്ലാവരും നിനക്ക് ഇച്ചിരി പോസസീവാന്ന് കൂട്ടി, അല്ലേ? നമ്മുടെ കുട്ടി എന്നുള്ളൊരു അതിന്റെ പുറത്ത് നമുക്ക് നമ്മുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് എല്ലാത്തിനും എനിക്ക് എതിര് നിൽക്കുന്ന എന്നുള്ളൊരു അരിശവും നമുക്കുണ്ടാവും, അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാതെ അതും പ്രത്യേകിച്ച് കുറച്ചും കൂടെ ഭയങ്കര യങ് ആയതുകൊണ്ട്
അവരുടെ എക്സ്റ്റെൻസീവ് കെയറും ബിക്കോസ് അത്രയും കെയർ ചെയ്യുമ്പോഴാണ് ഒരു കുട്ടി നല്ല പാത്തിലൂടെ പോവുക. അല്ലെങ്കിൽ ഈ ഒരു ഫാന്റസി വേൾഡ് നമുക്ക് വഴിതെറ്റി പോവാം ഇല്ലേ? അതുകൊണ്ട് മാത്രം അപ്പൻ അമ്മ ഇങ്ങനെ ഈ പറഞ്ഞ രഞ്ജിമാമിന് ഈ ഫീൽഡ് അറിയാം, നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തി. അപ്പം എത്രയായാലും ദേ വിൽ ബി ടു മച്ച് കെയർ ചെയ്യും. അത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനം. ഇപ്പൊ ആരാ കൂടെ വരുന്ന എല്ലായിടത്തും? അമ്മയാണ് ആദ്യമൊക്കെ കുറെ വന്നിരുന്നത്. ഇപ്പം ബിടെക്കിന്റെ സമയത്തൊക്കെ അച്ഛനാണ് പിന്നെയും കൂടെ വരാറ്. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ട്. സമയമുള്ളപ്പോ അമ്മ വരും, അച്ഛന് സമയമുള്ളപ്പോ മാറി മാറി വരും. ഈ അച്ഛനും അമ്മയും തന്ന ഉപദേശം എന്താണ്? അച്ഛനും അമ്മയും ഉപദേശത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും ഭയങ്കര യങ് ആയിരുന്നപ്പോ കല്യാണം കഴിച്ചുകൊണ്ട് അവര് യങ് ആയിരുന്ന സമയത്ത് തന്നെ ഞാനും അപ്പം ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു മോർ ദൻ അച്ഛൻ അമ്മ മകളിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കുറേം കൂടെ നല്ല ഫ്രണ്ട്സാ. ആൻഡ് 3 പേരും 3 തരം ഒപ്പീനിയൻസ് ഉള്ള 3 ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം അച്ഛനും അമ്മയും എനിക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യവും ചെയ്യാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. അവരെന്നിൽ ഒത്തിരി വിശ്വാസവും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം അല്ലേ? അതെ. ഓക്കെ, ഇനി തമിഴിൽ നിന്ന് വന്ന ഓഫേഴ്സ്? തമിഴിൽ നിന്ന് വന്നതൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ എപ്പോഴെങ്കിലും നല്ലത് വരുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രസന്റ് ആയിട്ട് മോള് വർക്ക് ചെയ്യുന്ന മൂവി കിങ് ഫിഷ്. അതിനകത്തെ ക്യാരക്ടർ എന്താ? അതിലെ ക്യാരക്ടർ മല്ലിക എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഇതുവരെ ചെയ്തത് മിക്കതും കുറേം കൂടെ ഒരു ഹാപ്പി, കുറച്ചുകൂടെ വൈബ്രന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, പക്ഷെ ഇത് കുറച്ചൊരു ബ്രോക്കൺ, കുറച്ചൊരു വെരി സീരിയസ് ആൻഡ് ബ്രോക്കൺ ഒരു ക്യാരക്ടറാണ്. ലുക്കേ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഹെയർ ഫുൾ കേൾ ചെയ്തിട്ട് സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതേപോലെ അനൂപ് അങ്കിള് എന്നെ കുഞ്ഞുനാൾ തൊട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അനൂപ് അങ്കിളിനെ പൊതുവേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, കെട്ടിപ്പിടിക്കാനല്ലേ തോന്നുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് അഗൈൻ മാറി, ഫുൾ തകർന്നു ഡയറക്ടറായി കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ സെറ്റിലും ഞാൻ മൂഷികസ്ത്രീ, വീണ്ടും മൂഷികസ്ത്രീ, പിന്നെ ഈ ഫാമിലിയുടെ കൂടെയുള്ള സിനിമ ചീത്തയോട് ചീത്ത. ഓരോ ഷോട്ട് കഴിയുമ്പോഴും മിക്കപ്പോഴും എനിക്ക് ചീത്ത ഇട്ടിട്ടുണ്ട്. അനൂപ് പറയും ചീത്ത പറയും, നല്ലോണം ചീത്ത പറയും. രഞ്ജിമാമയുടെ വേറൊരു സാധനം ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ വരും. പക്ഷെ അനൂപ് അങ്കിള് കൃത്യമായി ഈ പറഞ്ഞ പോലെ ഭയങ്കര കൃത്യമായിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. ഇന്ന ഷോട്ടിൽ ഇന്നത് വേണം. അത് എനിക്കാണെങ്കിൽ കത്താൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അനൂപ് അങ്കിള് പറഞ്ഞു തരുമ്പം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പൊ ഞാനിത് ക്യാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിന്റെ പേരിൽ നല്ലോണം ചീത്ത കിട്ടുന്നുണ്ട്. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മോൾക്ക് കൂടുതൽ ഒരുങ്ങാൻ ഇഷ്ടമാണ്, ഈവൻ ഹെയർസ് അങ്ങനെയൊക്കെ. അപ്പൊ മോക്ക് മോഡലിംഗ് ഇഷ്ടല്ലേ? മോഡലിംഗ് ചെയ്യാറുണ്ട് കുറച്ച്. ഏതൊക്കെ ചെയ്തു? വനിതയുടെ മിഡിൽ പേജ് ആണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന മോഡലിംഗ്. അപ്പൊ ഈ മോഡലിംഗിന് ഇങ്ങനെ ഇത്രയും ടെൻഷൻ ഇല്ലല്ലോ. ഇതിലിപ്പോ എനിക്ക് ടെൻഷനേക്കാളും കൂടുതൽ ഈ മടുപ്പ് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. കാരണം എവറിത്തിങ് ഇസ് ഫോർ ഗുഡ് എന്ന് നമുക്ക് നല്ലോണം അറിയാം. പ്രത്യേകിച്ച് ഫാമിലിയുടെ സൈഡിൽ നിന്നാകുമ്പം അവര് നമ്മളിൽ വെക്കുന്ന പ്രതീക്ഷ, ചീത്ത പറയുന്നതൊക്കെ നല്ലതിനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മടുപ്പ് എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. അമ്മ ഒക്കെ പറയുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരും. അമ്മയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ മിക്കപ്പോഴും ബോധിക്കാറില്ല. ഡാൻസ് ആണെങ്കിൽ ഡാൻസ് സൈഡിൽ കൂടെ അപ്പൊ കുറ്റം പറയും, നീ അത് ചെയ്ത് ശരിയായില്ല, കൈ പൊങ്ങിയില്ല, കാല് പൊങ്ങിയില്ല എന്ന് പറഞ്ഞ ഒരുപാട്. മൂവീസ് ആണെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും ഒരു അമ്മയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പം ശരിയാക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് വരിക. അത് അമ്മ ഓൾവേസ് മെയിൻറ്റെയിൻ ദാറ്റ്. അപ്പൊ മമ്മിക്ക് ചില സീൻസ് കണ്ടാലും ചെയ്തത് ബോറായിരുന്നു എന്ന് പറയും. ഭയങ്കര ബോറായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ചില സമയത്ത് നിർത്തിപ്പോനൊക്കെ തോന്നും പറയുമ്പോ. അരിശം വരില്ല. എനിക്ക് അതാണ് അടുത്ത പ്രശ്നം. എനിക്ക് സങ്കടം വരും പെട്ടെന്ന്. അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. പക്ഷെ ഇത് കാര്യമുണ്ട്. എനിക്ക് കറക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ നല്ല പാടായിരുന്നു. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കേട്ട അപ്പൊ എനിക്കത് ശരിയാക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുമ്പോ ഉള്ളതും കൂടെ പോവും. എന്റെ ജനറൽ നേച്ചർ ഭയങ്കര വൃത്തിയുടെ സ്വഭാവമാണ്. അപ്പം അമ്മ അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖം മാറും. മുഖം മാറി കഴിഞ്ഞാൽ അമ്മ നീ എന്തിനാ മുഖം മാറ്റുന്നത്, കറക്ഷൻസ് അല്ലേ പറഞ്ഞതെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അതെനിക്ക് മാറിയെടുക്കാൻ കുറെ സമയം എടുത്തു. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. നിന്റെ രഞ്ജിമാമൻ കേട്ടാൽ ചിലപ്പോ എന്നെ ചീത്ത പറയായിരിക്കും. രഞ്ജിയേട്ട പറഞ്ഞാലും എനിക്ക് ടെൻഷൻ ഇല്ല. അതെ,
ഇപ്പൊ അവള് നിലം തൊട്ടിട്ടില്ല, ഉടനെ അവൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു എന്ന് പറയിപ്പിക്കണേ. ചോദിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാ? കേൾക്കുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ട്. രഞ്ജിയേട്ടൻ ഇപ്പൊ പറയാൻ പോകുന്ന ഡയലോഗ് ഞാൻ പറയാം. അവള് ഒരെണ്ണത്തിൽ ചവിട്ടി ഉറപ്പിച്ചില്ല, അപ്പോഴാണ് അടുത്തതിലേക്ക് ചടാൻ പോകുന്ന. അല്ല, ആഗ്രഹം ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ നടക്കൂലെന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ എപ്പോഴെങ്കിലും. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ താല്പര്യമില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്? അല്ല, ഞാനിപ്പോൾ ആക്ച്വലി ഒരു ഡാൻസ് ഷോ ഡയറക്റ്റ് ചെയ്തു. എൻ്റെ ആദ്യത്തെ ഡാൻസ് ഡ്രാമ പ്രൊഡക്ഷൻ ഞാൻ ചെയ്തു, ഗോവിന്ദമാധവ എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ നവംബറിൽ JT പാക്കിൽ അത് സ്റ്റേജ് ചെയ്തു. അപ്പൊ അതാണ് ഡയറക്ടോറിയൽ വെഞ്ചറിൽ ആദ്യമായിട്ട് എൻ്റെ ഡാൻസ് ഡ്രാമയാണ്. ഡാൻസിനെ പറ്റി പിന്നെ ഞാൻ ചോദിക്കുന്നേ ഇല്ല, ബിക്കോസ് നീ കണ്ണ് തുറന്നപ്പോ തൊട്ട് നിന്റെ അമ്മ അവിടെ കിടന്നിട്ട് താത്തേ കേട്ടോണ്ട് കിടക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വയറ്റിൽ കിടന്നപ്പോ തൊട്ട് കേൾക്കല്ലേ? അല്ല, മുത്തശ്ശനൊന്നും പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല. അച്ഛന്റെ സൈഡിലേക്ക് വീഴുന്ന വിചാരിച്ചു. മുത്തശ്ശൻ ഞാൻ ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ പറയായിരുന്നു, അവള് താന്ന് പറഞ്ഞാൽ തേന്ന് ചവിട്ടും, മിക്കവാറും താളയേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ ഹി മിസ്ഡ് ഇറ്റ്. മുത്തശ്ശൻ ഞാൻ ഡാൻസ് ചെയ്യുന്ന. ശരിക്കും ഞാൻ ഒരു കാര്യം പറയാട്ടോ, അമ്മയുടെ അച്ഛൻ മോളെ ശരിക്കും അതൊരു മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു അച്ഛൻ ശരിക്കും നമുക്ക് മിസ്സാണ് ഇന്നത്തെ കാലത്ത്. ബിക്കോസ് അത്ര നമ്മള് എന്താ പറയാ, നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ലാൽ സാറിന്റെ കൂടെ കണ്ടത് കുറച്ച് ഒരു നന്മയുള്ളതാണ് എന്നാൽ അല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മൾ കണ്ടത്. പക്ഷെ അച്ഛനുമായിട്ട് ഞാൻ അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം, അച്ഛൻ എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ടായിരുന്നു എനിക്ക് തോന്നിയത്. അച്ഛൻ അത്ര പറയുന്ന കേട്ടമാരി ഒന്നും എനിക്ക് തോന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാ അരിശക്കാരനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അച്ഛനിൽ അത് കണ്ടിട്ടേ ഇല്ല. ഈവൻ അച്ഛൻ പാരാലിറ്റിക് ആയിട്ട് കിടന്നപ്പോ പോലും ഒരു ഹ്യൂമൻ ബീങ് ആയ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് സെൽഫ് ഇറിറ്റേറ്റഡ് ആവാം. പക്ഷെ അച്ഛൻ ഭയങ്കര ജോളി ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഏത് ടൈമിൽ ചെന്നാലും അച്ഛൻ ഇസ് സോ ഹാപ്പി. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം അതിനകത്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധം അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ഡൈവേഴ്സ് കേൾക്കുന്ന ഒരു സമയമാണിപ്പോൾ. പക്ഷെ അവരുടെ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ കണ്ട് ഒരു മാതൃകയാക്കാനുള്ള ഒരു ബന്ധം തന്നെയാണത്. ആ ഒരു അവരുടെ തമ്മിലുള്ള ഒരു സ്നേഹം, ദാറ്റ് ഈസ് ഞാൻ പറയുമ്പോൾ രേവതി ചേച്ചിനെയും ലാൽ സാറിനെയും വേണം എടുക്കാൻ ആ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ, അതിനെക്കാട്ടിലും ഒരു 10,000 മടങ്ങ് അവരുടെ സ്നേഹം അത്ര ഡീപ്പായിരുന്നു. ഞാനൊരു സാക്ഷി ആയതുകൊണ്ട് പറയുന്ന കേട്ടോ, അതൊരു ഫ്യൂ മൂമെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സ് ആയിരിക്കാം ഞാൻ അച്ഛൻ്റെ കൂടെ ചെയ്ത സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആ കിടക്കെ കിടന്നിട്ടും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന സ്പോണ്ടേനിയസ് ഡയലോഗ്സ് എന്ത് രസമായിരുന്നെന്നറിയോ? അച്ഛൻ അമ്മയോടുള്ള കെയറിങ്, അമ്മ അച്ഛനോട് തിരിച്ചുള്ള ഒരു കെയറിങ്. നമ്മൾ അതിൽ നിന്ന് ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയതിൽ കുറേ കാര്യങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളതും കെയർ ചെയ്യാനുള്ളതും കുറേയൊക്കെ ഞാൻ അവരുടെ ലൈഫിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അച്ഛനും അമ്മേനെയും. പക്ഷെ അത് ഞാൻ പറഞ്ഞു, എന്താ പറയാ, മോക്ക് പറയാൻ പറ്റില്ല, മോള് കണ്ടിട്ടില്ല. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് മുത്തശ്ശൻ മരിക്കുന്നത്. അപ്പം ആ സമയത്തുള്ള കോൺവെർസേഷൻ ഉണ്ടായപ്പോ അടിയുമായിരുന്നു ഞങ്ങള്. കാരണം മുത്തശ്ശൻ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പം വേഷമണി അങ്ങനെയൊക്കെ വിളിക്കും, പല പല പേരുകൾ വിളിക്കും. അപ്പൊ ഞാൻ തിരിച്ച് എടുത്ത വഴിക്ക് പറയും, ഞാൻ വേച്ചമണിയും കിച്ചമണിയും ഒന്നും അല്ല. മൂപ്പരെന്റെ വേറെ തന്നെ ഒരു സൈഡാ കണ്ടിരിക്കണേ. ഞാനൊന്ന് സംസാരിക്കുമ്പോ ഒക്കെ മിക്കപ്പോഴും തർക്കുത്തരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞിലെ ഇച്ചിരി തർക്കുത്തരമുള്ള കൂട്ടത്തില്ല കേട്ടോ. ഇപ്പൊ എന്ത് നല്ല കുട്ടിയാണ് നോക്കൂ. നാരായണിയോട് പറഞ്ഞ പോലെ തന്നെ നല്ല ചെടക്കും ഒതുക്കമുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് വളർത്തി. അത് നല്ലൊരു കാര്യമല്ലേ അല്ലേ? അതാണ്. പിന്നെ അമ്മൂമ്മയുടെ കാര്യമാണ്. അമ്മൂമ്മ എന്ത് പറഞ്ഞു സ്ക്രീനിൽ കണ്ടിട്ട്? അമ്മ ആദ്യമൊന്നും ഈ പറഞ്ഞ പോലെ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതായത് അഭിനയിക്കാൻ പോയി ചോദിച്ചപ്പം. അപ്പം അത് കഴിഞ്ഞ് ലോകം കണ്ടു കഴിഞ്ഞപ്പം ആക്ച്വലി വീട്ടിൽ നിന്ന് അധികാരം ഒന്നും പറഞ്ഞില്ല. അയ്യേ, അതാ രഞ്ജുമാമ അധികം ഒന്നും പറഞ്ഞില്ല. ഐ തിങ്ക് ദേ വർ ഹാപ്പി. പക്ഷെ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അവരെല്ലാരും ഒന്നിച്ച്, നമ്മളെല്ലാരും ഒന്നിച്ച് പോയി കണ്ടു, പടം കണ്ടു, ഇഷ്ടപ്പെട്ടു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അമ്മൂമ്മയായിട്ട് സ്റ്റിൽ ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്. പക്ഷെ ഇപ്പം അമ്മമ്മ അല്ല, ഞാൻ ഷൂട്ടിന് പോണതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒഴിഞ്ഞു വെക്കും, പ്രാർത്ഥിക്കും, അതൊക്കെ ചെയ്യും. അതൊക്കെ നല്ലൊരു അമ്മയാണ്. ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. പക്ഷെ ആ അമ്മ മേ ബി അവളുടെ അമ്മ നാരായണിയെക്കാട്ടിലും പക്ഷെ കൂടുതൽ
ഒരു മഞ്ചാടിക്കെങ്കിലും കൂടുതൽ ഇഷ്ടം എന്നോടുണ്ടാവും. അത് ഞാൻ തമാശ പറയുന്നതല്ല, പക്ഷെ ആ അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെയാണ് ഇല്ലേ? അതെ. അതാ. മോക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് എന്ത് ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി. അതിപ്പോ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ നേരം ഇതുവരെ അതാണ്. വീട്ടിലേക്ക് വരല്ലേ? ഷാജങ്ങളോട് കുറച്ച് ദിവസത്തേക്ക് ടാറ്റ പറഞ്ഞു. അത് എനിക്ക് ഉണ്ടാക്കി തരാൻ വീട്ടില്. മക്കളെ, നീ പറഞ്ഞില്ലേ, ഇതിനിപ്പോ ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, നിനക്ക് എപ്പോ വേണമെങ്കിലും ആ വീട്ടിലേക്ക് ഓടി വരാം. സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അപ്പൊ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരുന്ന ഉറപ്പിച്ചോളൂ. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേരെന്താ? ഇത് കറാഹി ചിക്കൻ. നല്ലല്ലേ? ഇതേപോലെ ഇനി ഇവള് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി പരീക്ഷണം ചെയ്യുമ്പോൾ ഇവളും കൂടി ഇനി വൺ എമംഗ് ദ ഗിനി പിഗ് ആവും. അത്രേ ഉള്ളൂ. ഗിനി പിഗ് അല്ല, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി കൈയാണ് എന്റെയോ? ഗ്യാസ്. ഈശ്വര, അതൊക്കെ ദൈവം തരുന്ന നമ്മളെ. നമ്മുടെ ഒരു കഴിവും, ഞാൻ സത്യം പറഞ്ഞില്ല, എന്റെ ഒരു കഴിവും ഞാനായിട്ട് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാം എനിക്ക് ഈശ്വരൻ തരുന്നു, ഈശ്വരൻ നടത്തുന്നു, ഞാൻ നടക്കുന്നു. അതല്ലേ നമ്മൾ പറയത്തില്ലേ, പണ്ടുള്ളവർ പറയും ഒരു അടി മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും ഈശ്വരൻ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന്. അതിലൊരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ എനിക്കത് കഴിവുണ്ട്, ഇത് കഴിവുണ്ട്, ഞാനാണ് കാരണം എന്നൊരിക്കലും എവിടെയും ഞാൻ പറയില്ല. അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ അല്ലേ? ഇത് മതി. എല്ലാവരുടെ സ്നേഹവും അതൊക്കെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് മതി. അതെനിക്ക് ശരിക്കും ആ സ്നേഹമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വെൽത്ത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മതി. അതുകൊണ്ട് എന്നാന്നറിയോ, ഈവൻ ആഫ്റ്റർ 18 years ഞാനൊരു മിനി സ്ക്രീനിൽ വന്നപ്പോൾ പോലും എൻ്റെ പ്രേക്ഷകർ എല്ലാവരും എന്നെ 2 കൈ നീട്ടിയാ സ്വീകരിച്ചു. അപ്പോൾ സോ ഹാപ്പി അല്ലേ? ആ ഒരു നിറവ് എന്നും അവരുടെ കൂടെ ഉണ്ടാവട്ടെ, അവരെന്നിലുണ്ടാവട്ടെ. ഇതേപോലെ എൻ്റെ മോക്കും എൻ്റെ പ്രേക്ഷകർ ഫുൾ സപ്പോർട്ട് തരട്ടെ. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വലിയൊരു ഹീറോയിനായി മുടിയൊക്കെ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് മേക്കപ്പ് ഒക്കെ നല്ലോണം ചെയ്ത് ഒരു അടിപൊളി മനുഷ്യൻ എന്താ ആഗ്രഹിക്കുന്നത് ഈശ്വരൻ തരട്ടെ. കാര്യം നമ്മൾ എന്താ പറയുക, ഈശ്വരനിലേക്ക് അങ്ങ് സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് കൊണ്ടുതരുന്നതാണ് പറയാ അല്ലേ? 10 പ്രാവശ്യം പ്രകൃതിയോട് പറഞ്ഞോളൂ, അപ്പൊ കൊണ്ടുതരും. ഇഷ്ടം പോലെ പറയുന്നുണ്ട്. തല പറപ്പിച്ച് പറഞ്ഞോളൂ. അല്ല, ഞാൻ അമ്പലത്തിൽ പോകുമ്പോ എപ്പോഴും അമ്മ പറയും മിക്കവാറും ആ പ്രതിഷ്ഠയുടെ ചെവി അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവിടുന്ന് അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്നെ വിടരുത്. പക്ഷെ ഇല്ല, ഈശ്വരൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളി പ്രേക്ഷകർ മുഴുവൻ മോളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി വലിയൊരു ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ലൊരു വലിയൊരു എന്താ പറയാ, എവിടെ വരെ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടോ അത്രയും ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.